പറയുന്നൊന്നും മനസ്സിലാക്ക്. അമ്മ കിടക്ക വിട്ട് എഴുന്നേൽക്കണമെങ്കിൽ മരുന്നും മന്ത്രവും മാത്രം പോരാ, വിനുമോനും ഉണ്ടാവണം. അവൻ അമ്മയുടെ രണ്ടാമത്തെ ഊന്നുവടിയാ. അവനിവിടെ വേണം. ഒന്ന് സഹകരിക്കും മോനെ. വിനു ദൂരെ എങ്ങും പോയിട്ടില്ല. പ്രകാശ് ചേട്ടൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും തെരുവിൽ തന്നെ ഉണ്ടാവും. പ്രകാശ് ചേട്ടൻ വിളിച്ച വിനു അനുസരിക്കുകയും ചെയ്യും. ഒന്ന് പോയിട്ട് വാ. വേണ്ട, സാരോപദേശമൊന്നും വേണ്ട. പിന്നെ ഇനിയും പണം കൊണ്ടുവരാൻ പോയിരിക്കുക. അവനെ വിളിച്ചുകൊണ്ടെന്ന് ശരിയാവില്ല. ഞാനായിട്ട് ആ വരുമാനം ഞാൻ മുടക്കില്ല. നാണമില്ലേടാ നിനക്ക്? പെറ്റു വളർത്തിയ 2 ആൺമക്കൾ ഉള്ളപ്പോഴാ വളർത്തുമകനായ അവൻ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. മക്കൾക്കുണ്ടാകാത്ത മനുഷ്യത്വം അവനുണ്ടായിപ്പോയി. അത് തെറ്റാണോ? അവൻ തെണ്ടിയാണെന്നല്ലേ നീ പറഞ്ഞത്? ആ തെണ്ടിയുടെ പണമാണോ കുടുംബ വരുമാനമായി നീ കണക്കാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ തെണ്ടിയേക്കാൾ വൃത്തികെട്ടവനാടാ നീ. മാധവേട്ട, അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വേറെ വഴി നോക്കാം. വിനു എവിടെയോ പോയിരിക്കുക. അവൻ ഇനിയും തിരിച്ചു വന്നിട്ടില്ല. വിനുവിനെ അന്വേഷിച്ച് പോകാൻ മാധവൻ പ്രകാശിനോട് പറഞ്ഞിട്ട് അവനത് അനുസരിക്കുന്നില്ലല്ലോ. വിനു പോകുന്നതിന് മുമ്പ് അവൻ എന്നെ കാണാൻ വന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പോകരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ കുഞ്ഞത് കേട്ടേനെ. എന്നെ നാവ് പൊങ്ങണ്ടേ? നമസ്കാരം സാർ. ആ അല്ല, ഇതാരും മാധവൻ നായരോ? ഇരിക്കൂ. എന്താ ഈ വഴിക്കൊക്കെ? ഒറ്റയ്ക്കേ ഉള്ളോ? അല്ല സാർ, എന്റെ വൈഫും വന്നിട്ടുണ്ട്. പുറത്ത് നിൽക്കുക. ഓ, ഇപ്പോഴെന്താ ഇവിടെ? സാർ, ഞങ്ങളുടെ മോനെ കാണാനില്ല. ഒരു പെറ്റീഷൻ തരാനാണ് വന്നത്. എപ്പോഴാ കാണാതായത്? മോൻ എത്രയാ പ്രായം? 40-40 വയസ്സ് വരും സാർ. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ആളിങ്ങ് വന്നോളൂ. ഇന്നലെ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ സാർ. ഈ നിമിഷം വരെ ആള് തിരിച്ചെത്തിയിട്ടില്ല. എന്നിട്ട് ഇപ്പോഴാണോ അന്വേഷിക്കുന്നത്? അന്വേഷണം കുറെ നടത്തി ഞങ്ങള്. പോകാനിടമുള്ള സ്ഥലത്തൊക്കെ ഫോണിൽ വിളിച്ച് അന്വേഷിച്ചു. പല സ്ഥലത്തും ഞങ്ങൾ നേരിട്ട് പോയി അന്വേഷിക്കുകയും ചെയ്തു. ഒരു വിവരവും കിട്ടിയില്ല. അതാ. എന്താ ആളുടെ പേര്? വിനു. ആളെങ്ങനാ? മദ്യപാനമൊക്കെ ഉള്ള ആളാണോ? അയ്യോ അല്ല സാറേ, അവനൊരു ദുശീലവും ഇല്ല. ആള് സംസാരിക്കില്ല. സംസാരശേഷി അവനില്ല. ഓ, അങ്ങനെയാണോ? ആളിന്റെ ഫോട്ടോ കയ്യിലുണ്ടോ? ഉണ്ട് സാർ. ഇതാ സാറേ. ആ, ഇയാളാണോ? ഇയാളെ ആക്സിഡന്റ് കേസിലെ പ്രതിയല്ലേ? ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാണല്ലോ. അറസ്റ്റ് ചെയ്തെന്നോ? അതെ, ആളിപ്പോ സെല്ലിലുണ്ട്. എന്ത് ആക്സിഡന്റ് ആണ് സാറേ? എപ്പോ? എവിടെ വെച്ച്? എന്താ സംഭവിച്ചത് സാറേ? നിങ്ങളെന്താ പോലീസിനെ ചോദ്യം ചെയ്യുവാണോ? എന്തെല്ലാം തരത്തിലുള്ള ആക്സിഡന്റുകൾ എവിടെയെല്ലാം നടക്കുന്നു, അതുപോലെ ഒരു ആക്സിഡന്റ്, അത്രയും ഞങ്ങൾക്കറിയും. ഏതായാലും കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ആളെ അകത്തിട്ടിരിക്കുന്നത്. സാർ, ഞങ്ങളുടെ വിനുമോൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്നവനല്ല. ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളല്ല, ACP മാഡം. ഏതായാലും കേസിന്റെ വിശദമായ വിവരങ്ങൾ അറിയണമെങ്കിൽ നാളെ വാ. നാളെ ACP മാഡം ഉണ്ടാവും. സാർ, ഞങ്ങളുടെ വിനുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇല്ല, ഈ സമയത്ത് കാണാൻ പറ്റില്ല. സോറി, എനിക്ക് അല്പം തിരക്കുണ്ട്. പ്ലീസ്. ശരി സാർ. എനിക്ക് മാധവേട്ട, അച്ഛനാണല്ലോ.
മോളെ ജഗനില്ലേ? ആ ഉണ്ടല്ലോ. എന്താ അച്ഛാ? ആ മോളെ, നമ്മുടെ വിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയ്യോ അച്ഛ, വിനുവേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നോ? എന്തിന്? അമ്മേ, അച്ഛനോട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറ. ഞാൻ ഇപ്പൊ തന്നെ ജഗനോട് കാര്യം പറയാം. ഈ ആക്സിഡന്റ് കേസൊക്കെ വെറുതെ ഉണ്ടാക്കിയതാവാനേ വഴിയുള്ളൂ. നിങ്ങളിപ്പോ വീട്ടിലേക്ക് പൊയ്ക്കോ. ഞാൻ ജഗന്റെ അടുത്ത് കാര്യം പറയട്ടെ. ശരി മോളെ. ആ ഈശ്വരാ. ചെറിയൊരാശ്വാസം കിട്ടി. ഇനി ജഗൻ നോക്കിക്കോളും മാതാവേട്ട. ആ